UDF ഭരണത്തിലെത്തിയാൽ മാറാട് ആവർത്തിക്കുമെന്ന AK ബാലന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തുന്നത്. കാഫിർ സ്ക്രീൻഷോട്ട് രാഷ്ട്രീയത്തിന്റെ വക്താവാണ് AK ബാലെന്ന് യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി VP ദുൽകിഫിൽ പറഞ്ഞു. മാറാട് ആവർത്തിക്കുമെന്ന വെള്ളാപ്പള്ളിയുടെ പരാമർശമാണ് അദ്ദേഹം ആവർത്തിച്ചതെന്നും കുറ്റപ്പെടുത്തുന്നു. വെള്ളാപ്പള്ളിക്കെതിരെ രംഗത്ത് വന്ന DYFI AK ബാലനോടുള്ള നിലപാട് വ്യക്തമാക്കണമെന്നും ദുൽകിഫിൽ പറഞ്ഞു. UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമിയായിരിക്കും ആഭ്യന്തരം ഭരിക്കുക. അതോടൊപ്പം തന്നെ മാറാട് കലാപം വീണ്ടും ആവർത്തിക്കുമെന്ന ഈ വിവാദമായ പ്രസ്താവന നടത്തിയിരിക്കുകയാണ് CPM നേതാവ് AK ബാലൻ. ഇതിനോട് പ്രതികരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽകിഫിൽ. AK ബാലൻ്റെ ഈ പ്രസ്താവന എങ്ങനെയാണ് കാണുന്നത്? ഇത് കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഉൽപ്പന്നമാണ് സത്യത്തിൽ ബാലൻ. അങ്ങനെ ബാലൻ്റെ ഈ പറയുന്ന CPM നേതാവിൻ്റെ സ്ഥലം എന്ന് പറയുന്ന നാദാപുരമാണ്. അപ്പോൾ ആ പ്രദേശങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള വർഗീയ രാഷ്ട്രീയം നിരന്തരം കൊണ്ടുവരികയും അതിൻ്റെ ഗുണഭോക്താവ് CPM ആണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഒരു നേതാവിനെ കാഫിർ സ്ക്രീൻഷോട്ടിലൂടെ വർഗീയവാദിയാക്കാൻ ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഉറവിടം എവിടെയാണെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ CPMൻ്റെ നേതാക്കന്മാർ ഇത്തരത്തിൽ സംസാരിക്കുന്നു. മാറാട് കലാപം ആദ്യമായി പൊതുസമൂഹത്തിലേക്ക് വീണ്ടും ഓർമ്മപ്പെടുത്തിയത്, പ്രത്യേകിച്ച് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ മറന്ന് ആ നാട്ടിലെ ജനങ്ങൾ വളരെ സൗഹൃദപരമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആ മറന്ന സംഭവം വീണ്ടും ആവർത്തിക്കുകയാണ്. ആവർത്തിച്ചത് വെള്ളാപ്പള്ളി നടേശനാണ്. ആ വെള്ളാപ്പള്ളി നടേശൻ വൈകുന്നേരം ആരുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തുന്നത്? നമുക്കറിയാം, BJPയുടെ നേതാവ് ജാവേദ്കറുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. അതേ നാവ്, അതേ സ്വരം, അതേ ആശയവും BJPയുടെ അല്ലെങ്കിൽ CPMൻ്റെ നേതാക്കന്മാർ ഒരേപോലെ വരുമ്പോൾ അത് ആ രാഷ്ട്രീയമാണ് CJP രാഷ്ട്രീയം. മാറാട് കലാപം ഉൾപ്പെടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബാലനും ഇതേ സമീപനം സ്വീകരിക്കുമ്പോൾ DYFIയുടെ ഈ ബാലൻ്റെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രസ്താവനയോട് DYFIയുടെ സമീപനം എന്താണ് എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. പച്ചവെള്ളത്തെ തീപിടിപ്പിക്കുന്ന രീതിയിലേക്കുള്ള വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി CPM ശ്രമിക്കുകയാണ്. കാഫിർ സ്ക്രീൻഷോട്ടിൽ തുടങ്ങിയ ആ ഒരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയം വീണ്ടും ബാലൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആരെങ്കിലും ഒരു മുസ്ലിം നാമധാരി മന്ത്രിയായാൽ ഇങ്ങനെ നടക്കും എന്ന രീതിയിലേക്കൊക്കെ സ്റ്റേറ്റ്മെൻറ്റുമായി കടന്നു വരുന്നത് അത്യന്തം അപകടകരമാണ്. അത് പൊതുരാഷ്ട്രീയത്തിന്, കേരള രാഷ്ട്രീയത്തിന് ഒട്ടും ഭൂഷണമല്ല. കോൺഗ്രസ് മുക്ത കേരളം എന്നുള്ളതാണ് ഇപ്പോൾ CPM വിളിച്ചുകൊണ്ടിരിക്കുന്ന മുദ്രാവാക്യം. BJPയെ കൂട്ടുപിടിച്ച് ഞങ്ങൾക്ക് അധികാരത്തിൽ വരാൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിലെ ജനങ്ങൾ പുച്ഛിച്ചു തള്ളു. CPMന് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷവും ഈ വർഗീയത അല്ലാതെ വേറൊന്നും പറയാനില്ലാത്തൊരു സാഹചര്യമാണ്. അത് ജനങ്ങൾ വീണ്ടും തള്ളിക്കളയുമെന്ന കാര്യമാണ് VP ദുൽകിഫിൽ പങ്കുവയ്ക്കുന്നത്. ജിതീഷ് ഒപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 കോഴിക്കോട്.